ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഏത് സർവകലാശാല വികസിപ്പിച്ച ആസ്ട്രാസെനേക്ക വാക്സിനുകളുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കാണ് ഇന്ത്യയിൽ ആരംഭിക്കാൻ അംഗീകാരം ലഭിച്ചത്? ആൻസർ ഓക്സ്ഫോർഡ് സർവകലാശാല. ഒന്നും കൂടി നോക്കാം. ഏത് സർവകലാശാല വികസിപ്പിച്ച ആസ്ട്രാസെനേക്ക, കേട്ടോ, ഏതാണ് ആസ്ട്രാസെനേക്ക വാക്സിനുകളുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കാണ് ഇന്ത്യയിൽ ആരംഭിക്കാൻ അംഗീകാരം ലഭിച്ചത്? ആൻസർ ഓക്സ്ഫോർഡ് സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം 2020 നേടിയതാര്? അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം 2020 നേടിയതാര്? മാരിഗെ ലുക്കാസ് റിജ്നി വേൾഡ് ആണ് 2020 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത്. അപ്പം മാരിഗെ ലുക്കാസ് റിജ്നി വേൾഡ് ഡച്ച് എഴുത്തുകാരിയായിരുന്നു, കേട്ടോ, ഡച്ച് എഴുത്തുകാരിയായിരുന്നു മാരിഗെ ലുക്കാസ് റിജ്നി വേൾഡ്. അപ്പം തൻ്റെ ആദ്യ നോവലായ ദി ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് 2020 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത്. ഏതാണ് ബുക്കിൻ്റെ പേര്? ദി ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2020 ഒന്നാം സ്ഥാനം നേടിയത്? ആൻസർ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഒന്നുകൂടെ പറയാം. ആരാണ് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2020 ഒന്നാം സ്ഥാനം നേടിയത്? ലൂയിസ് ഹാമിൽട്ടൺ. അപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ എന്താണ് നേടിയത്? ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2020 ഒന്നാം സ്ഥാനമാണ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? ആൻസർ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. അപ്പോൾ ജെയിംസ് ആൻഡേഴ്സൺ ഒരു ഇംഗ്ലണ്ട് താരമായിരുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടിയ ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനെതിരെയാണ് പുള്ളി ഈ നേട്ടം കൈവരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DRDO മേധാവിയായി ആരുടെ കാലാവധിയാണ് അടുത്തിടെ 2 വർഷത്തേക്ക് കൂടെ നീട്ടിയത്? DRDO മേധാവിയായി ആരുടെ കാലാവധിയാണ് അടുത്തിടെ 2 വർഷത്തേക്ക് കൂടെ നീട്ടിയത്? ആൻസർ ജി സതീഷ് റെഡ്ഡി. ജി സതീഷ് റെഡ്ഡി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പുള്ളി റെഡ്ഡിയായിരുന്നു, അതായത് സതീഷ് റെഡ്ഡി അല്ല, അപ്പോൾ റെഡ്ഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ 2 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി. ഓക്കെ, അപ്പോൾ DRDO മേധാവിയായി ആരുടെ കാലാവധിയാണ് അടുത്തിടെ 2 വർഷത്തേക്ക് കൂടെ നീട്ടിയത്? ജി സതീഷ് റെഡ്ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏത് നഗരമാണ് ആദ്യമായി ട്രാഫിക് സിഗ്നലിൽ സ്ത്രീ ഐക്കൺ ഉപയോഗിച്ചത്? ഇന്ത്യയിലെ ഏത് നഗരമാണ് ആദ്യമായി ട്രാഫിക് സിഗ്നലിൽ സ്ത്രീ ഐക്കൺ ഉപയോഗിച്ചത്? ആൻസർ ട്രാഫിക് സിഗ്നലുകളിലും സൈനേജുകളിലും സ്ത്രീ ചിഹ്നങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായത് മുംബൈയിലെ ദാദറാണ്. ഏതാണ് നഗരം? ദാദറാണ്, മുംബൈയിലാണ്, കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പുരുഷ ഐക്കണിൽ നിന്ന് ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു സ്ത്രീ ഐക്കൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. APGയുടെ 5ാം ചരമവാർഷിക ദിനത്തിൽ DRDO ആരംഭിച്ച മത്സരം ഏതാണ്? APJയുടെ 5ാം ചരമവാർഷിക ദിനത്തിൽ DRDO ആരംഭിച്ച മത്സരം ഏതാണ്? ആൻസർ ഡെയർ ടു ഡ്രീം 2.0 ആണ്, കേട്ടോ. ഡെയർ ടു ഡ്രീം 2.0. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പലതരത്തിൽ ചോദിക്കാറുണ്ട് ആൻസർ. ഡ്രീം ടു ഡ്രീം അല്ലെങ്കിൽ ഡെയർ ടു ഡ്രീം അങ്ങനെയൊക്കെ ഓപ്ഷൻ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ആൻസർ ഡെയർ ടു ഡ്രീം 2.0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തു. ഏത് കമ്പനിയാണ് ഇത് കൊണ്ടുവന്നത്? ഒന്നുകൂടെ പറയാം. ഭാരത് എയർ ഫൈബർ സർവീസസ്, ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തു. ഏത് കമ്പനിയാണിത് കൊണ്ടുവന്നത്? ആൻസർ BSNL ആണ്. അപ്പം മഹാരാഷ്ട്രയിലെ അകോലയിലാണ് സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. മഹാരാഷ്ട്രയിലെ എവിടെയാണ്? അകോലയിലാണ് സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ വർഷവും ജൂലൈ 29 ആഗോള കടുവ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ആഗോള കടുവ ദിനം 2020 മുദ്രാവാക്യം എന്താണ്? അതായത് ആഗോള കടുവ ദിനം 2020 മുദ്രാവാക്യം എന്താണ്? ആൻസർ അവരുടെ അതിജീവനം നമ്മുടെ കയ്യിലാണ്.
അവരുടെ അതിജീവനം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ എന്നാണ് കടുവ ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്? ജൂലൈ 29 അതേപോലെ തന്നെ ആഗോള കടുവ ദിനം 2020 മുദ്രാവാക്യം എന്താണ്? അവരുടെ അതിജീവനം നമ്മുടെ കയ്യിലാണ്. അതായത് ദെയർ സർവൈവൽ ഇസ് ഇൻ അവർ ഹാൻഡ്സ് കേട്ടോ. ദെയർ സർവൈവൽ ഇസ് ഇൻ അവർ ഹാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വച്ഛ് സർവേക്ഷൺ 2020 പ്രകാരം ഏത് നഗരമാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സ്വച്ഛ് സർവേക്ഷൺ 2020 പ്രകാരം ഏത് നഗരമാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഇൻഡോർ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം. അതായത് ഏറ്റവും വൃത്തിയല്ലേ, ഇപ്പോൾ സാധാരണ നമ്മൾ വീടിനകത്തേക്കല്ലേ വൃത്തിയാക്കാറ്, അതായത് ഇൻഡോർ കേട്ടോ. അപ്പോൾ ഇൻഡോർ ആണ്. അപ്പോൾ ഇൻഡോർ ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശിലാണ് ഇൻഡോർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ബഹിരാകാശ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഏതാണ്? ബഹിരാകാശ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഏതാണ്? ആൻസർ നൈജീരിയയാണ്. അപ്പോൾ നൈജീരിയ ആണ് ബഹിരാകാശ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. ഏത് നഗരമാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇൻഡോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ലെബനനിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ആരാണ് ലെബനനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി? ആൻസർ ഹസൻ ഡയബ് ആണ്. ആരാണ്? ഹസൻ ഡയബ്. അപ്പോൾ ഇത് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത്രയും വലിയൊരു സ്ഫോടനം നടന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റ് ഒന്ന് ചിരിച്ചു എന്ന് ഓർക്കാം നമുക്ക്. അതായത് ഹസൻ ഡയബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ കടത്തുവള്ളം ആദിത്യ ഗുസ്താവ് ട്രൗ അവാർഡ് നേടി. ഈ കടത്തുവള്ളം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? അതായത് ആദിത്യ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആൻസർ കേരളമാണ്. അതേപോലെ തന്നെ ഏത് കായലിലാണിത് പ്രവർത്തനം ആരംഭിച്ചത്? വേമ്പനാട്ട് കായലിലാണ്. അതേപോലെ തന്നെ ഏത് റൂട്ടിലാണ് കേട്ടോ? അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വൈക്കം തവനക്കടവ് റൂട്ടിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദിത്യ ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. അതേപോലെ തന്നെ ഏത് റൂട്ടിലാണ്? ആലപ്പുഴയിലെ വൈക്കം തവനക്കടവ് റൂട്ടിലാണ്. അതേപോലെ ആദിത്യയ്ക്ക് എന്ത് അവാർഡാണ് കിട്ടിയത്? ഗുസ്താവ് ട്രൗ അവാർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിസെഫ് ADB ഫണ്ടുകൾ ഉപയോഗിച്ച് ശരീര ഊഷ്മാവ് പരിശോധന സംവിധാനം സജ്ജമാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? ആൻസർ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഒന്നുകൂടെ പറയാം. യൂണിസെഫ് ADB ഫണ്ടുകൾ ഉപയോഗിച്ച് ശരീര ഊഷ്മാവ് പരിശോധന സംവിധാനം സജ്ജമാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പം ഇത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ശരീര ഊഷ്മാവ് പരിശോധന സംവിധാനം ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാലാവസ്ഥ പ്രവചനത്തിനായി ഡോക്ടർ ഹർഷ് വർദ്ധൻ സമാരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആൻസർ മൗസം. ഒന്നുകൂടെ പറയാം. കാലാവസ്ഥ പ്രവചനത്തിനായി ഡോക്ടർ ഹർഷ് വർദ്ധൻ കേട്ടോ. ഡോക്ടർ ഹർഷ് വർദ്ധൻ സമാരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആൻസർ മൗസം. അപ്പോൾ കാലാവസ്ഥ പ്രവചനങ്ങൾക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ മൗസം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. അപ്പോൾ ആരാണ് പുറത്തിറക്കിയത്? ഡോക്ടർ ഹർഷ് വർദ്ധൻ. ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ? മൗസം. അതേപോലെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷ് വർദ്ധൻ. ഏത് മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത്? മൗസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രാജ്യമാണ് ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് 2021 ആതിഥേയത്വം വഹിക്കുന്നത്? ഏത് രാജ്യമാണ് ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് 2021 ആതിഥേയത്വം വഹിക്കുന്നത്? ആൻസർ ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി മുഖ്യമന്ത്രിയുടെ ട്രോഫിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പോലീസ് സ്റ്റേഷനാണ്? ആൻസർ രണ്ടെണ്ണമുണ്ട്. മണ്ണുത്തിയും അതേപോലെ തന്നെ പത്തനംതിട്ടയും. അപ്പോൾ മണ്ണുത്തിയും പത്തനംതിട്ടയാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി മുഖ്യമന്ത്രിയുടെ ട്രോഫിക്ക് അർഹമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാന സർക്കാരാണ് ജയിലിൽ പെട്രോൾ പമ്പ് സ്ഥാപിച്ചത്?
ഏത് സംസ്ഥാന സർക്കാരാണ് ജയിലിൽ പെട്രോൾ പമ്പ് സ്ഥാപിച്ചത്? ആൻസർ കേരളമാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇത് സ്ഥാപിച്ചത്. അതേപോലെ തന്നെ തിരുവനന്തപുരം, വിയൂർ, ചീമേനി ജയിലുകളിലാണ് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രാജ്യമാണ് COVID-19 വാക്സിൻ ആദ്യമായി രജിസ്റ്റർ ചെയ്തത്? ഏത് രാജ്യമാണ് COVID-19 വാക്സിൻ ആദ്യമായി രജിസ്റ്റർ ചെയ്തത്? ആൻസർ റഷ്യയാണ്. അപ്പോൾ ഏത് വാക്സിൻ്റെ പേരെന്താണ്? സ്പുട്നിക് 5 എന്നുള്ളതാണ്. അതേപോലെ ലോകത്തിലെ ആദ്യത്തെ COVID-19 വാക്സിനാണ് സ്പുട്നിക് 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡുകളിൽ ഉൾപ്പെട്ട പദ്ധതി ഏത്? 2020 പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡുകളിൽ ഉൾപ്പെട്ട പദ്ധതി ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമാമി ഗംഗ പദ്ധതി. എന്താണ് നമാമി ഗംഗ പദ്ധതി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഗാലക്സിയിൽ നിന്ന് UV രശ്മി കണ്ടെത്തിയ ഇന്ത്യൻ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? 9 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഗാലക്സിയിൽ നിന്ന് UV രശ്മി കണ്ടെത്തിയ ഇന്ത്യൻ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആൻസർ ആസ്ട്രോസാറ്റ്. എന്താണ് ആസ്ട്രോസാറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ആൻസർ അരുണാചൽ പ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടത്? ആൻസർ രാജീവ് കുമാറാണ്. ആരാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടത്? രാജീവ് കുമാർ. അപ്പം അശോക് ലവാസയ്ക്ക് പകരമാണ് രാജീവ് കുമാർ നിയമിക്കപ്പെട്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. അതായത് അശോക് ലവാസയ്ക്ക് ശേഷമാണ് രാജീവ് കുമാർ നിയമിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഇനത്തിനാണ് വിനേഷ് ഫോഗാട്ടിന് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 ലഭിച്ചത്? ഏത് ഇനത്തിനാണ് വിനേഷ് ഫോഗാട്ടിന് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 ലഭിച്ചത്? ആൻസർ ഗുസ്തിയാണ്. അപ്പോൾ ഗുസ്തിക്കാണ് വിനേഷ് ഫോഗാട്ടിന് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 ലഭിച്ചത്. നോട്ട് ചെയ്യാം. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2020 ഓഗസ്റ്റ് 20 ആഘോഷിക്കുന്നത്? ആൻസർ 76-ാമത്തെ ആണ്. റാഫേൽ കരാർ ഇന്ത്യയും ഏത് രാജ്യവുമായാണ് ഉള്ളത്? ആൻസർ ഫ്രാൻസ് ആണ്. റാഫേൽ കരാർ ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടാണ് ഉള്ളത്? ആൻസർ ഫ്രാൻസ് ആണ്. 2020 ജൂലൈ 29-നാണ് ജെറ്റുകൾ ഇന്ത്യയിലെത്തുന്നത്. എന്നാണ് ജെറ്റുകൾ ഇന്ത്യയിലെത്തുന്നത്? 2020 ജൂലൈ 29. ദേശീയ കൈത്തറി ദിനം എന്ന്? ദേശീയ കൈത്തറി ദിനം എന്ന്? ആൻസർ ഓഗസ്റ്റ് 7-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 7-നാണ് ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത്. ഫുൾ സ്പെക്ട്രം ഇന്ത്യാസ് വാർസ് 1972-2020 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഫുൾ സ്പെക്ട്രം ഇന്ത്യാസ് വാർസ് 1972-2020 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ അർജുൻ സുബ്രഹ്മണ്യം. അപ്പോൾ അർജുൻ സുബ്രഹ്മണ്യമാണ് ഫുൾ സ്പെക്ട്രം ഇന്ത്യാസ് വാർസ് 1972-2020 എന്ന പുസ്തകം രചിച്ചത്. അതേപോലെ തന്നെ ദേശീയ കൈത്തറി ദിനം എന്നാണ്? ഓഗസ്റ്റ് 7 എന്നാണ്. ഓഗസ്റ്റ് 7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ ഗാർഡനുള്ള രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ആൻസർ കേരള സർവകലാശാലയാണ്. ഡിജിറ്റൽ ഗാർഡനുള്ള രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. 2021 ഏത് രാജ്യമാണ് ബ്രിക്സ് ഗെയിമുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്? 2021 ഏത് രാജ്യമാണ് ബ്രിക്സ് ഗെയിമുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്? ആൻസർ ഇന്ത്യ ആണ്. അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്സിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഒന്നും കൂടെ പറയാം. 2021 ഏത് രാജ്യമാണ് ബ്രിക്സ് ഗെയിമുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്? ആൻസർ ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര യുവജന ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 12-നാണ്. ഓഗസ്റ്റ് 12-നാണ് അന്താരാഷ്ട്ര യുവജന ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്നാണ്? ഓഗസ്റ്റ് 12. ദേശീയ യുവജന ദിനം
ജാനുവരി 12-നാണ് ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനം ജാനുവരി 12-നാണ് ആചരിക്കുന്നത്. വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. അന്താരാഷ്ട്ര യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 12-നും അതേപോലെ തന്നെ ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജാനുവരി 12-നുമാണ്. അമ്പെയ്ത്തിനായുള്ള ദ്രോണാചാര്യ അവാർഡ് 2020 വിജയ് ആരാണ്? അമ്പെയ്ത്തിനായുള്ള ദ്രോണാചാര്യ അവാർഡ് 2020 വിജയ് ആരാണ്? ആൻസർ ധർമ്മേന്ദ്ര തിവാരിയാണ്. ആരാണ്? ധർമ്മേന്ദ്ര തിവാരി. അപ്പോൾ ദ്രോണാചാര്യ ധർമ്മേന്ദ്ര അങ്ങനെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അമ്പെയ്ത്തിനായുള്ള ദ്രോണാചാര്യ അവാർഡ് 2020 വിജയ് ആരാണ്? ധർമ്മേന്ദ്ര തിവാരി. തീവ്രവാദത്തിൻ്റെ ഇരകൾക്ക് അന്താരാഷ്ട്ര അനുസ്മരണ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? തീവ്രവാദത്തിൻ്റെ ഇരകൾക്ക് അന്താരാഷ്ട്ര അനുസ്മരണ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? ആൻസർ 2018 അപ്പോൾ 2018 തീവ്രവാദത്തിൻ്റെ ഇരകൾക്ക് അന്താരാഷ്ട്ര അനുസ്മരണ ദിനം ആദ്യമായിട്ട് ആചരിച്ചത്. ഇന്ത്യയിൽ നിന്നും ആരെയാണ് പുതിയ ഉപദേശക സംഘത്തിലേക്ക് UN മേധാവി നാമകരണം ചെയ്തത്? ഇന്ത്യയിൽ നിന്നും ആരെയാണ് പുതിയ ഉപദേശക സംഘത്തിലേക്ക് UN മേധാവി നാമകരണം ചെയ്തത്? ആൻസർ അർച്ചന സോറൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ആരെയാണ് പുതിയ ഉപദേശക സംഘത്തിലേക്ക് UN മേധാവി നാമകരണം ചെയ്തത്? നമ്മൾ പഠിച്ചു അർച്ചന സോറൻ. അപ്പോൾ അർച്ചന സോറങ്ങിനെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും പുതിയ ഉപദേശക സംഘത്തിലേക്ക് UN മേധാവി നാമകരണം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുനക്കര രാമൻകുട്ടി അന്തരിച്ചു. ഇദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രസിദ്ധനാണ്? ചുനക്കര രാമൻകുട്ടി അന്തരിച്ചു. ഇദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രസിദ്ധനാണ്? ആൻസർ കവി, അതേപോലെ തന്നെ ഗാനരചയിതാവ്. 2020 ഓഗസ്റ്റ് 20-ന് ചന്ദ്രയാൻ 2 ചന്ദ്രന് ചുറ്റും എത്ര വർഷം പൂർത്തീകരിച്ചു? 2020 ഓഗസ്റ്റ് 20-ന് ചന്ദ്രയാൻ 2 ചന്ദ്രന് ചുറ്റും എത്ര വർഷം പൂർത്തീകരിച്ചു? ആൻസർ 1 വർഷമാണ്. അപ്പോൾ എന്നാണ് ചന്ദ്രയാൻ 2 ചന്ദ്രന് ചുറ്റും 1 വർഷം പൂർത്തീകരിച്ചത്? ആൻസർ 2020 ഓഗസ്റ്റ് 20-ന്. ഫാൻസി നമ്പർ അല്ലേ, 2020 ഓഗസ്റ്റ് 20-ന്. ഓഗസ്റ്റ് 19-ന് ആചരിക്കുന്ന ദിവസം ഏതൊക്കെയാണ്? ലോക ഫോട്ടോഗ്രാഫി ദിനവും അതേപോലെ തന്നെ ലോക മാനുഷിക ദിനവും ഓഗസ്റ്റ് 19-ന് ആചരിക്കുന്നു. അപ്പോൾ ലോക ഫോട്ടോഗ്രാഫി ദിനവും അതേപോലെ തന്നെ ലോക മാനുഷിക ദിനവും എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 19-ന്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിനായി ഏത് സംസ്ഥാനമാണ് സ്മാർട്ട് കണക്ട് സ്കീം ആരംഭിച്ചത്? വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിനായി ഏത് സംസ്ഥാനമാണ് സ്മാർട്ട് കണക്ട് സ്കീം ആരംഭിച്ചത്? ആൻസർ പഞ്ചാബാണ്. 2020 ഓഗസ്റ്റ് 8-ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ്? ആൻസർ 78ാമത്തെ വാർഷികമാണ്. 2020 ഓഗസ്റ്റിന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ്? 78ാമത്തെ വാർഷികമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020-നായി ദേശീയ കായിക അവാർഡ് സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത ടേബിൾ ടെന്നീസ് താരം ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 ദേശീയ കായിക അവാർഡിന് സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത ടേബിൾ ടെന്നീസ് താരം ആരാണ്? മനിക ബത്രയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020-നായി ദേശീയ കായിക അവാർഡ് സെലക്ഷൻ കമ്മിറ്റി ആരെയാണ് ശുപാർശ ചെയ്തത്? മനിക ബത്രയാണ്. 75ാമത്തെ ഹിരോഷിമ ദിനം ആചരിക്കുന്നത് എന്ന്? 75ാമത്തെ ഹിരോഷിമ ദിനം ആചരിക്കുന്നത് എന്നാണ്? 2020 ഓഗസ്റ്റ് 6-നാണ് കേട്ടോ. 2020 ഓഗസ്റ്റ് 6-നാണ് 75ാമത്തെ ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. ജൂലൈ 30-ന് നാസ വിജയകരമായി വിക്ഷേപിച്ച റോവറിൻ്റെ പേരെന്താണ്? ആൻസർ പെർസിവറൻസ്. ജൂലൈ 30-ന് നാസ വിജയകരമായി വിക്ഷേപിച്ച റോവറിൻ്റെ പേരെന്താണ്? ആൻസർ പെർസിവറൻസ്. 2020 ജൂലൈ 30-നാണ് കേപ്പ് കനാവറൽ എയർഫോഴ്സ് സ്റ്റേഷൻ ഫ്ലോറിഡയിലാണ് ഇത് വിക്ഷേപിച്ചത്. 2020 ജൂലൈ 30 കേപ്പ് കനാവറൽ എയർഫോഴ്സ് സ്റ്റേഷൻ ഫ്ലോറിഡ ഇവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് നാസയുടെ ഒരു ചൊവ്വ ദൗത്യമാണ്. അപ്പോൾ മിഷൻ്റെ പേര് ചൊവ്വ 2020. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറബ് ലോകത്തെ ആദ്യത്തെ ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേരെന്താണ്? ഒന്നുകൂടെ പറയാം. അറബ് ലോകത്തെ ആദ്യത്തെ ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേരെന്താണ്?
ആൻസർ ബരാക്ക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഏത് രാജ്യത്താണ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ഇന്ത്യ ഏത് രാജ്യത്താണ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ആൻസർ ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കയിലാണ് ഇന്ത്യ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത്. ഒരു വീഡിയോയും കൂടി ഉണ്ട് ഓഗസ്റ്റ് മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഓരോ മാസത്തിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നോട്ട്ബുക്കിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക, അതേപോലെ തന്നെ റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.